മലപ്പുറം മൊറയൂരിൽ UKG വിദ്യാർത്ഥിയുടെ സ്വർണ്ണവള മോഷ്ടിച്ചതിൽ പ്രതിപിടിയിൽ. അരിമ്പ്ര തോരക്കാട്ട് ഉമ്മറിനെയാണ് കൊണ്ടോട്ടി പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ച കുട്ടി സ്കൂൾ വിട്ട് വരുന്നതിനിടെയാണ് മോഷണം. ഈ കുട്ടി സ്വർണം അണിഞ്ഞാണ് പോകുന്നതെന്ന് ഈ പ്രതി, അയൽവാസിയായ പ്രതി നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അന്നേ ദിവസം ഈ ബസ് സ്റ്റോപ്പിലിറങ്ങി 100 മീറ്റർ അകലെയുള്ള കുട്ടികളുടെ വീട്ടിലേക്ക് കുട്ടികൾ സാധാരണഗതിയിൽ നടന്നു പോവുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ അന്ന് സ്കൂൾ ബസ് സ്റ്റോപ്പിലിറക്കി 3 കുട്ടികളും 100 മീറ്റർ അകലെയുള്ള ബൈ റോഡിൽ കൂടെ പോകുമ്പോൾ ഇയാളിത് കണ്ട് ഇയാൾക്ക് പറ്റിയൊരു അവസരമാണെന്ന് മനസ്സിലാക്കി ഇയാൾ അവിടെ ദൂരെ ഇരുന്ന ആൾ ആ റോഡിന് കുറുകെയുള്ള മറ്റൊരു പറമ്പിൽ ചാടിയിറങ്ങി ഈ കുട്ടികളുടെ മുന്നിലേക്ക് വന്ന് വീഴുകയായിരുന്നു ചെയ്തത്. ജംഷീർ കൊടുഞ്ഞ വിവരങ്ങൾ നൽകും. ജംഷീർ, എന്തായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം? പ്രതി എപ്പോഴാണ് പിടികൂടിയത്? അനീഷ്, കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കുട്ടികൾ സ്കൂൾ വിട്ട് വരികയായിരുന്നു. 3 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവര് സ്കൂൾ വിട്ട് സ്കൂൾ ബസ് ഇറങ്ങി വീട്ടിലേക്ക് 100 മീറ്റർ അകലെയുള്ള വീട്ടിലേക്ക് നടന്നു പോകുന്നിടെയാണ് ഇവരുടെ ഈ സമീപവാസി തന്നെയായ പ്രതി ഇത്തരത്തിൽ കുട്ടികളുടെ മുന്നിലേക്ക് ചാടി വീഴുകയും, അതായത് മുഖംമൂടി ധരിച്ച് കുട്ടികളുടെ മുന്നിലേക്ക് ചാടി വീഴുകയും അതിലൊരു കുട്ടിയുടെ കയ്യിൽ നിന്ന് വള ഊരിയെടുക്കുകയും ചെയ്തത്. ഈ സംഭവത്തെ തുടർന്ന് ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി വരികയായിരുന്നു. കുട്ടികൾ പറഞ്ഞത് പ്രകാരം കറുത്ത പാന്റും ഷർട്ടും ധരിച്ച ഒരാളാണ് എന്നുള്ളതായിരുന്നു. പക്ഷെ CCTV ദൃശ്യങ്ങളിൽ അങ്ങനെ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. അതേസമയം തന്നെ വെള്ള ഷർട്ട് ധരിച്ച ഒരാളെ കണ്ടെത്താനും കഴിഞ്ഞു. മാത്രമല്ല CCTV കൂടുതൽ പരിശോധിച്ചപ്പോൾ ഈ കുട്ടികൾ പറയുന്ന ഒരു സ്ഥലത്ത് ഒരാൾ ചാടി വരുന്നത് കണ്ടു. പക്ഷെ ഈ ചാടിയ ആളുടെ കറുത്ത ഷർട്ടിനുള്ളിൽ ഒരു വെള്ള ഷർട്ട് കൂടെ പോലീസ് കണ്ടതാണ് നിർണായകമായ വഴിത്തിരിവായത്. അങ്ങനെ ഈ വെള്ള ഷർട്ട് ധരിച്ച ആളെ പിന്നീട് കണ്ടെത്തുകയും അയാളെ ചോദ്യം ചെയ്യുകയുമായിരുന്നു. അതിൽ നിന്നാണ് ഇയാളാണ് പ്രതി എന്ന് പോലീസിന് മനസ്സിലായത്.